അതെ അതെ, നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ക്രിട്ടിസൈസിങ് വന്നാലും നമ്മൾ അത്ര വലിയ കാര്യമായിട്ട് എടുക്കത്തില്ല. കാരണം അത് എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാൻ എപ്പോഴും ലോകത്ത് എപ്പോഴും കുറേ പേര് ഉണ്ടാവും. അപ്പോൾ അത് അവർ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിനകത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധ കൊടുത്താൽ നമ്മളൊരിക്കലും വളരില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലെത്തത്തില്ല. ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ വാക്ക് കേട്ടായിരുന്നു ഞാൻ ഈ നിലയിൽ അല്ലെങ്കിൽ ഇത്രയും കുറേ ആളുകളിലോട്ട് എത്തപ്പെടാനായിട്ട് സാധ്യതയില്ല. ഒപ്പം തന്നെ ഫാദർ, നമുക്ക് ഈ രാവിലെ നമ്മൾ വലിയ ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പൊലിമ കെടുത്തുന്ന നിരാശാജനകമായൊരു കാര്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമമാണ്. അതിങ്ങനെ വന്ന് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വരെ കരോൾ സംഘത്തിന്, കുട്ടികൾ നടത്തിയ കരോൾ സംഘത്തിന് നേരെ വരെ അതിക്രമം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണൽ ഹാർമണിക്ക് എന്തോ ഗുരുതരമായി സംഭവിച്ചിരിക്കുന്നു എന്നൊരു പരിദേവനം ഉണ്ടാകുന്ന ഒരു ക്രിസ്മസ് പ്രഭാതം കൂടിയാണ്. ആ ഒരു സാഹചര്യങ്ങളെ ഫാദർ എങ്ങനെയാണ് കാണുന്നത്? അത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ ജാതിമത ഭേദമന്യേ ഇപ്പോൾ ഓരോ മതത്തിനും അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അപ്പം നമ്മളൊരു യേശു ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ലോകത്തിന് വലിയ സന്തോഷം തരുന്ന ഒരിതാണ്. അപ്പോൾ ഈ ഒരു സന്ദേശം നമ്മൾ മറ്റുള്ളവരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അത് മറ്റുള്ളവരിൽ നിന്ന് വളരെ തികച്ചും ഇങ്ങനത്തുള്ള വിഷമങ്ങൾ ഉണ്ടാകുന്നത് വളരെ ശോചനീയമാണ്. അത് എല്ലാ മതങ്ങളെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മതവും ക്രിസ്തുമതം പഠിപ്പിക്കുന്നതിന് ശത്രുക്കളെ സ്നേഹിക്കാനാണ്. അപ്പം സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെക്കുമ്പോൾ ആ ഒരു ചിന്ത മറ്റുള്ള ആളുകൾക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് കൂടുതൽ ഒരു പ്രതീക്ഷയാണ് മറ്റുള്ളവർക്ക്. കാരണം അത് ശത്രുക്കളെ പോലും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ക്രിസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വളരെ ശോചനീയമാണ്. ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മുടെ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് ചെയ്യാനല്ല, പക്ഷെ നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മതങ്ങളുടെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും എവിടെയോ വേറെ എന്തോ പിഴവുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആറ്റിറ്റ്യൂഡിനകത്ത് ചില പ്രശ്നങ്ങളുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു ചിന്ത. ശരി, വളരെയധികം നന്ദി ഫാദർ. എന്തായാലും വലിയ സന്തോഷം. അതെ, ഫാദറോടെ എത്തി ക്രിസ്മസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു, പാട്ടുപാടി. അപ്പോൾ ഒരു നല്ല ഒരു ക്രിസ്മസ് ദിനം കൂടി ഫാദറിന് ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം മീഡിയ വണ്ണൊപ്പം പങ്കുചേർന്നത്.